അദ്ദേഹത്തിനൊപ്പം ബന്ധുക്കൾക്കും കൂടി ഇരിക്കാനുള്ള സൗകര്യം ഈ ആംബുലൻസുകളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ നിരന്നു കിടക്കുന്നു. ലേബി സുചിന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, ഇപ്പോൾ മൃതദേഹങ്ങൾ ആംബുലൻസുകളിലേക്ക് മാറ്റി തുടങ്ങുകയാണ്. ഈ ആംബുലൻസിൽ തന്നെ ബന്ധുക്കൾക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുകയാണോ ലേബി? എന്താണ് കാണാനാകുന്നത്? സ്മൃതി, ഇപ്പോൾ ആംബുലൻസുകൾ ഒന്നൊന്നായി 7 ആംബുലൻസുകൾ ഇപ്പോൾ ഇങ്ങോട്ട് അടുപ്പിച്ചിട്ടിരിക്കുന്നു. അതിലേക്ക് മൃതദേഹങ്ങൾ ഒന്നൊന്നായി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളെല്ലാവരും തന്നെ ഇങ്ങോട്ടെത്തി മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ബന്ധുക്കൾക്ക്, ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മൃതദേഹത്തിനൊപ്പം പോകാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ ആംബുലൻസുകൾ ഒന്നൊന്നായി ഇവിടുന്ന് പുറപ്പെടാൻ തുടങ്ങുകയാണ്. ഇവിടെ ഓരോ നമ്പറിട്ട് ക്രമപ്പെടുത്തിയാണ് മൃതദേഹങ്ങൾ ഓരോന്നും ഈ മേശയിൽ ഒന്നൊന്നായി നിരത്തി ഇവിടെ കിടത്തിയിരുന്നത്. അതിനനുസരിച്ച് ആംബുലൻസിലേക്ക്, ആ ക്രമം അനുസരിച്ച് തന്നെ ആംബുലൻസ് എത്തി ആംബുലൻസിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബന്ധുക്കളെല്ലാവരും, മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളുമെല്ലാം മാറിയതിന് ശേഷമാണ്, അന്തിമോപചാരം അർപ്പിച്ച് മാറിയതിന് ശേഷമാണ് ഇങ്ങോട്ട് ബന്ധുക്കളെല്ലാവരും എത്തിയത്. ബന്ധുക്കളെത്തി മൃതദേഹം ഏറ്റുവാങ്ങി ഒന്നൊന്നായി ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആംബുലൻസുകൾ കടന്നു പോകുന്നതിനൊപ്പം ഓരോ ആംബുലൻസിനുമൊപ്പം ഓരോ പോലീസ് ജീപ്പും ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട് ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇതുപോലെ ദുരന്തപൂർണമായ പല കാഴ്ചകൾക്കും നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരുമിച്ച് കുറേ മൃതദേഹങ്ങളിങ്ങനെ ഒന്നൊന്നായി നിരത്തി വച്ചിരിക്കുന്നു. ബന്ധുക്കൾ വന്ന് ഓരോ മൃതദേഹം വച്ചിരിക്കുന്ന പെട്ടിയുടെയും മുകളിലേക്ക് കരഞ്ഞുകൊണ്ട് വീഴുന്നു. അത് കണ്ടു നിൽക്കാൻ സാധിക്കാത്തത്രയും വിഷമകരമായ അന്തരീക്ഷം തന്നെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുള്ളത്. ഇവിടെ നിന്ന് ഇപ്പോൾ ആംബുലൻസിലും ഇതുപോലെ തന്നെ ഇവിടെ ആദ്യം എത്തി ഇങ്ങോട്ട് കൊണ്ടുവന്ന മൃതദേഹം ക്രമം അനുസരിച്ച് ആണ് 31 മൃതദേഹങ്ങളും ഇവിടെ പൊതുദർശനത്തിന് വെച്ചത്. അതിനനുസരിച്ചാണ് ആംബുലൻസുകൾ ഇങ്ങോട്ട് എടുത്ത് ഓരോ മൃതദേഹങ്ങളും ഇപ്പോൾ കയറ്റി. ഇപ്പോൾ ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട് പോലീസ് വാഹനങ്ങൾ, ഓരോ പോലീസ് ജീപ്പുകളും ഉണ്ടായിരിക്കും. ബന്ധുക്കൾ ഇതിനൊപ്പം തന്നെ അനുഗമിക്കുന്നവരുണ്ട്. രാവിലെ മറ്റു വാഹനങ്ങളിൽ വന്നവർ അങ്ങനെ തന്നെയാണ് മടങ്ങുന്നത്. ഇപ്പോൾ ആംബുലൻസ് ഇവിടുന്ന് പുറപ്പെടുകയാണ്. ഏറ്റവും ദുഃഖകരമായ കാഴ്ച, ഇതേ വിമാനത്താവളത്തിൽ നിന്ന് ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനായി സന്തോഷത്തോടുകൂടി പോയവരുടെ മൃതദേഹമാണ് ഇത്തരത്തിൽ കത്തിക്കരിഞ്ഞും ശ്വാസം മുട്ടിയും എല്ലാം മരിച്ച് തിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് വളരെ സന്തോഷത്തോടുകൂടി ബന്ധുക്കളെ യാത്രയാക്കിയവർ, ഏറ്റവും പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടുകൂടി യാത്രയാക്കിയവരെല്ലാം കണ്ണീരണിഞ്ഞുകൊണ്ട് അവരുടെ ചേതനയറ്റ ശരീരം ഏറ്റുവാങ്ങുന്നതിന് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച വളരെ ദയനീയം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിന്നും ആംബുലൻസുകൾ ഒന്നൊന്നായി പുറത്തേക്ക് ഇറങ്ങുകയാണ്.
ഏറ്റവും ദയനീയമായ കാഴ്ച എന്ന് പറയാൻ സാധിക്കും സ്മൃതി. കാര്യം ഈ വിമാനത്താവളം ഇവിടെ വന്ന് കിടക്കുന്ന ഈ വന്ന് നിൽക്കുന്ന ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. കാര്യം പ്രിയപ്പെട്ടവരെ യാത്രയാക്കാൻ കഴിഞ്ഞ തവണ അവർ ഇവിടെ വന്നിരിക്കുന്നത് സന്തോഷത്തോടു കൂടി പോയി വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടതാണ്. തിരിച്ച് ചേതനയേറ്റ ശരീരമാണ് അവർക്ക് ഏറ്റുവാങ്ങാൻ ഇപ്പോൾ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആംബുലൻസുകൾ ഓരോന്നായി പുറത്തേക്ക്, ആദ്യം ആംബുലൻസ് ഇപ്പോൾ വിമാനത്താവളത്തിന് പുറത്തേക്ക് പോകുന്നു. അതിന് അനുസരിച്ച് അതിൻ്റെ ഓരോ ആംബുലൻസിന് പിന്നാലെയും അതാത് ഭാഗങ്ങളിലേക്ക് ഓരോ പോലീസ് വാഹനവും അനുഗമിക്കുന്നുണ്ട്. ഇങ്ങോട്ട് ആദ്യം അരുണിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ ആദ്യ ആംബുലൻസിൽ ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. തൊട്ട് പിന്നാലെ നിതിൻ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കടന്നു പോകുന്നു. അതിനെയും പോലീസ് വാഹനം അനുഗമിക്കുന്നുണ്ട്. ഈ ക്രമം അനുസരിച്ച് തന്നെയാണ് ഇവിടെ മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരിക്കുന്ന ആ നമ്പർ, ആ ക്രമം അനുസരിച്ച് തന്നെയാണ് ആംബുലൻസും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരായി ഇപ്പോൾ 3 ആംബുലൻസ് കടന്നുപോയി. അടുത്ത ആംബുലൻസ് ഇങ്ങോട്ട് അടുത്തയാളുടെ മൃതദേഹം ഏറ്റുവാങ്ങാനായി വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ വളരെ ദുഃഖകരമായ അന്തരീക്ഷം. കഴിഞ്ഞ തവണ ഏറ്റവും ഇവിടെ ഇവരെല്ലാവരും പുറപ്പെട്ടപ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടി യാത്രയാക്കിയവരെല്ലാം അത്രത്തോളം തകർന്ന അവസ്ഥയിൽ ഇവിടെ വന്ന് ചേതനയേറ്റ പ്രിയപ്പെട്ടവരുടെ മൃതദേഹം ഏറ്റുവാങ്ങി മടങ്ങുന്ന കാഴ്ച വളരെ ദുഃഖകരം തന്നെ, വളരെ ഹൃദയഭേദകം തന്നെ. സ്മൃതി അല്പം മുമ്പ് ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. മല്ലപ്പള്ളി സ്വദേശി സുബിൻ്റെ പിതാവ് രാവിലെ ബാബു, അദ്ദേഹം രാവിലെ തന്നെ ഇവിടെ വന്ന് തളർന്ന് കസേരയിൽ ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും രാവിലെ കണ്ടതാണ്. ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയാതെ തളർന്നിരിക്കുന്ന പിതാവ് ഒടുവിൽ ഇവിടെ വന്ന് മകൻ്റെ ശരീരം അടക്കം ചെയ്ത പെട്ടിയുടെ മുകളിലേക്ക് കമിഴ്ന്ന് വീണ് കരയുന്ന കാഴ്ചയാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. അത്തരത്തിൽ വളരെ ദയനീയമായ ദൃശ്യങ്ങൾ, വളരെ സങ്കടകരമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. ഓരോന്നായി നമ്പർ അനുസരിച്ച് ഓരോ പെട്ടികളും ഇപ്പോൾ ആംബുലൻസിലേക്ക് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു.